Hi students, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ലോസ് ദാറ്റ് ഗവൺ മീഡിയ എന്നൊരു ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലെ ഓരോ ടോപ്പിക്കുകളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം പലരും പറഞ്ഞു മലയാളത്തിൽ ഒരുപാട് പറഞ്ഞിട്ട് ക്ലാസ്സസ് എടുക്കണ്ട, ഇംഗ്ലീഷിൽ എടുത്താൽ മതി, അങ്ങനെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ക്ലാസ് എടുക്കാം. അപ്പൊ മലയാളം ആകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്താ ഒരു ടോപ്പിക് എന്ന് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. സോ നമുക്ക് രണ്ട് രീതിയിലും ക്ലാസ്സസ് എടുക്കാം. ഓക്കെ, അപ്പം ആദ്യത്തെ ഒരു ലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടൊരു ടേം എന്താണെന്ന് വെച്ചാൽ ഡിഫേമേഷൻ എന്നൊരു വാക്കാണ്. അപ്പോൾ ഡിഫേമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയാം. ഒരാളെ, ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഡിഫേമേഷൻ എന്ന് പറയുന്നത്. സോ ഡിഫേമേഷൻ എന്ന് പറഞ്ഞാൽ it protects an individual's reputation, feelings from unwanted attacks. It's an offense with both civil and criminal aspects. Okay, any matter which exposes a person about whom it is published to hatred, to ridicule or contempt is said to be defamatory. Defamation law protects an individual's reputation or feelings from unwarranted attacks. Under the provision of Section 499 of the Penal Code 1860, every person has a right to maintain and defend his name, fame, honor, dignity and honesty. അപ്പം ഡിഫമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരോ അദ്ദേഹത്തിന്റെ സ്ഥാനമോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒരാളെ നമുക്ക് ഒരിക്കലും അപകീർത്തിപ്പെടുത്താൻ സാധിക്കില്ല. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു IPC സെക്ഷൻ 499 വെച്ച് നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം. 1860 ഇങ്ങനെ ഒരു ലോ ഇന്ത്യയിൽ വന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ലോ ആണ്. അപ്പം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആർക്കും എന്തും പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ടും അത്തരത്തിലുള്ള ആളുകൾക്കെതിരെയൊക്കെ ഈ ഒരു ഡിഫാമേഷൻ എന്നൊരു സെഷൻ വെച്ചിട്ട് നമുക്ക് കേസ് കൊടുക്കാം. സോ ഒരാളുടെ ആ ഒരു ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, if anybody makes a spoken, written or printed statement using the words intended to damage the reputation of a person or does so by signals, pictures, and he does it deliberately with the intention of vicious slander, it attracts a defamation case. അതായത് പിക്ചേഴ്സ് ആയിക്കോട്ടെ, സിഗ്നൽസ് ആയിക്കോട്ടെ, സ്പോക്കൺ ഓർ റിട്ടൺ ആയിട്ടുള്ള പ്രിന്റഡ് സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ, വളരെ മോശമായ, സഭ്യമല്ലാത്ത ഭാഷയിൽ, അസഭ്യമായ ഭാഷയിൽ പറയുന്നതിനോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചുവിടുന്നതിനോ ഒക്കെ എതിരെ നമ്മൾക്ക് ഈ ഒരു കേസ് ഫയൽ ചെയ്യാം. ഓക്കെ, സോ ഡിഫമേഷൻ എന്താണ് മനസ്സിലായി. നെക്സ്റ്റ് നമുക്ക് സ്ലാൻഡർ ആൻഡ് ലിബൽ. സ്ലാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ ഡിഫമേഷനെയാണ് നമ്മൾ സ്ലാൻഡർ എന്ന് വിളിക്കുക. ഇപ്പോ ഗോസിപ്പുകളൊക്കെ ആ ഒരു തരത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രധാനമായിട്ടും റേഡിയോ വഴി, TV വഴി ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന വാർത്തകളാവട്ടെ, സിനിമകളായിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, അത് പല തരത്തിലായിരിക്കാം. അങ്ങനെ ഒരു സ്ലാൻഡറിങ് ആണ് വിച്ച് ടാർണിഷസ് ദ റെപ്യൂട്ടേഷൻ ഓഫ് എ പേഴ്സൺ. അതൊരു ഏതെങ്കിലും ഒരു വ്യക്തിയെ ഹനിക്കുന്ന രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ലാൻഡർ എന്ന് വിളിക്കുക. അതേസമയം ലിബൽ എന്ന് പറയുമ്പം അത് റിട്ടൺ അല്ലെങ്കിൽ പ്രിന്റഡ് വേർഡ്സ് ആയിരിക്കും. പണ്ട് കാലങ്ങളിലൊക്കെ, അതായത് തുടക്കത്തിൽ ഈ ഒരു പ്രിന്റിംഗ് മീഡിയ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ലിബൽ എന്നൊരു ലോ ആണ് ആദ്യം വന്നത്. ഇത് 17th century ഇംഗ്ലണ്ടിൽ വന്നതാണ് ലിബൽ. സോ preventing defamatory statements from being published is very difficult, precisely because of the threat to free speech presented by such pre-publication injunctions. Thus, by the time action can be taken, the damage to the reputation of the victim is already done, and printed apologies and monetary damages can only be more consolation.
അപ്പം അതായത് നമ്മൾ ഓറൽ ഡിഫോമേഷൻ ആയാലും പ്രിന്റഡ് ആയാലും എന്തായാലും അത് പറഞ്ഞത് പറഞ്ഞു, അത് കേൾക്കേണ്ട വ്യക്തി കേട്ട് കഴിഞ്ഞു, നമുക്കത് തിരിച്ചെടുക്കാനോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സോ അതിനൊരു അപ്പോളജി പറയുകയോ അല്ലെങ്കിൽ ഒരു നഷ്ടപരിഹാര തുക നൽകുകയോ അങ്ങനെയൊന്നും ചെയ്യാന്നല്ലാതെ ഈ ഒരു കാര്യത്തിന് നമുക്ക് വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല. സോ അത് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പം സ്ലാൻഡർ ആൻഡ് ലിബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഓറലി ആൻഡ് റിട്ടൺലി ചെയ്യുന്ന ഡിഫോമേഷൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് സെഡിഷൻ എന്താണെന്ന് നോക്കാം. സെഡിഷൻ എന്താണ്? വാട്ട് ഇസ് സെഡിഷൻ? ഇറ്റ് ഈസ് എ ഡിഫോമേഷൻ അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്. നമ്മുടെ ഒരു സംസ്ഥാനത്തിനെതിരെ വരുന്ന ഒരു അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗോസിപ്പുകൾ പറയുക, തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുക, ഇത്തരം കാര്യങ്ങൾക്കെതിരെ വരുന്ന ഒരു ഇതാണ് sedition. Sedition is an offense under section 124A ആണ്. 1860 തന്നെയാണ് ഈ ഒരു സെഡിഷൻ വന്നിരിക്കുന്നത്. The conviction can lead to life imprisonment ആണ് വരുന്നത്. The offense is specified in the following terms, അതായത് whoever by words either spoken or written or by signs or by visible representation or otherwise brings or attempt to bring into hatred or contempt or excites or attempt to excite disaffection towards the government established by law in India shall be punished with imprisonment for life, to which fine may be added, or with imprisonment which may be extended to 3 years. Okay, or with fine. Any criticism of the government could be seen as disloyalty, but part of the role of the media is precisely to criticize aspects of the government which do not seem to be functioning in ways that best serve the people. അപ്പം സ്റ്റേറ്റിനെതിരെ വരുന്ന ഒരു ഡിഫേമേഷൻ എന്ന് പറയുന്നത് സെഡിഷൻ എന്നൊരു വാക്കാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഇത് നമ്മൾക്ക് അറിയാം, പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ബൈ assured by the Indian Constitution എന്ന് എല്ലാവർക്കും അറിയാം. So you got more information about the constitutional provisions from നമുക്ക് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഫ്രീഡം ഓഫ് സ്പീച്ച്, ആർട്ടിക്കിൾ 19 എന്താ പറയുന്നത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. So freedom to criticism is the backbone of this right, അല്ലേ? That is why we get opportunity to write or speak against a government decision or policy. You are free to criticize Prime Minister or Chief Minister or even the President of India. The criticisms should be fair and not to be a personal attack which make them defame. By taking privilege of this right, can you criticize anybody? Is there any sections of life apart from criticism? Contradictory to this vast and wide freedom, you are not so much free to criticize a judge or a court order. If you do so, you will be liable for contempt of court. There are two kinds of contempt of courts. They are civil contempt and criminal contempt. And according to the Contempt of Courts Act 1971, civil contempt means willful disobedience to any judgment, decree, direction, order, writ or other process of a court, or willful breach of an undertaking given to a court. The criminal contempt means publication, whether by words spoken or written or by signs or by visible representations or otherwise, of any matter or the doing of any other act whatsoever which scandalizes or tend to scandalize or lowers or tend to lower the authority of any court, or prejudices or interferes or tend to interfere with the due course. ഓക്കെ, അപ്പം നമ്മൾക്കിപ്പം ആരെ വേണമെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഇന്ത്യ രാജ്യത്തുണ്ട്. മറ്റു രാജ്യങ്ങളിൽ ഇല്ല എന്നും കൂടെ ഓർക്കണം. ചില രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പം അത്തരത്തിൽ നമ്മൾ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, പ്രസിഡന്റ് ആയിക്കോട്ടെ, ചീഫ് മിനിസ്റ്റർ ആയിക്കോട്ടെ, നമ്മൾ ആരെയും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ
ഒരു കോർട്ട് ഓർഡറിനെയോ അല്ലെങ്കിൽ ഒരു ജഡ്ജിനെയോ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ലയബിൾ ഫോർ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. അപ്പം അത് ഏത് ആ ഒരു ആക്ട് ഏതാ വർഷം എന്ന് ഓർത്തിരിക്കുക, 1971 ആണ്. ഓക്കെ, ഇനി നമുക്ക് പ്രസ് കമ്മീഷൻസ് ഓഫ് ഇന്ത്യ എന്ന ഒരു ടോപ്പിക് ഉണ്ട് ഇതിൽ പഠിക്കാൻ. പക്ഷെ ആ ഒരു ടോപ്പിക് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്, അത് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ചില എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പ്രസ് കമ്മീഷനിൽ ഫസ്റ്റ് പ്രസ് കമ്മീഷൻ എന്താണ്, അത് 1952 to 54 ആണ്. അതിൽ ചെയർമാൻ ആരായിരുന്നു? ചെയർമാൻഷിപ്പ് ജസ്റ്റിസ് JS രാജാധ്യക്ഷയായിരുന്നു. അതിൽ 11 മെമ്പേഴ്സ് വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്. അത് ആരൊക്കെയാണെന്ന് നിങ്ങൾ പഠിക്കണം. കൂടാതെ അതിന്റെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയായിരുന്നു, റെക്കമെൻഡേഷൻസിൽ ഏതൊക്കെ അംഗീകരിച്ചു, എന്തൊക്കെ ചേഞ്ചസ് വന്നു, ആൻഡ് സെക്കൻഡ് പ്രസ് കമ്മീഷൻ എന്താണ്, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് സ്വയം ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ഇന്ത്യൻ ആക്ട്സ് ഓൺ മീഡിയ ലോസ് എന്നുള്ളൊരു ടോപ്പിക്കിലേക്ക് പോവാം. അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ബുക്സ് ആക്ട് 1867 ഒരു ആക്ട് ആണ്. അതായത് ആഫ്റ്റർ ദി ഇൻവെൻഷൻ ഓഫ് പ്രിന്റിംഗ് പ്രസ് ആൻഡ് മൂവബിൾ ടൈപ്സ്, books became one of the most important tools in disseminating information. അല്ലെ, books appeared in all subjects that touched all aspects of human life. And during the reign of the British government in India, the government decided to make an organized system and the printing and publication of books, newspapers, and other informatory materials. British government introduced a bill in the legislature to establish a compulsory system in regulating printing press and periodicals. അതാണ് the Press Registration of Books Act 1867. ഇത് പാസ്സായത് മാർച്ച് 22 This is an act for the regulation of printing presses and of newspapers for the preservation of copies of every book and newspaper in India and for the registration of such books and newspapers. അതായത് നമ്മൾ ഒരു പബ്ലിക്കേഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? ഒരു പബ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ന്യൂസ് പേപ്പർ നമ്മൾ ആരംഭിക്കണം, അല്ലെ? അതിന്റെ ഒരു നെയിം നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ അത് രജിസ്ട്രാർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഫോർ ഇന്ത്യ, നമ്മൾ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. RNIയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഫോർ ദിസ് ദ പബ്ലിഷർ ഹാസ് ടു മേക്ക് ആൻ ആപ്ലിക്കേഷൻ ഫോർ ടൈറ്റിൽ വെരിഫിക്കേഷൻ, അല്ലെ? അപ്പൊ നമ്മൾ RNIയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ടൈറ്റിൽ വെരിഫിക്കേഷൻ ഒക്കെ നോക്കി നെയിം, ലാംഗ്വേജ്, പീരിയോഡിസിറ്റി, ഓണറിന്റെ നെയിം, പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ ഇതെല്ലാം ആഡ് ചെയ്ത് നമ്മൾ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ കൺസേണിൽ സബ്മിറ്റ് ചെയ്യുന്നു. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആഫ്റ്റർ എൻഷുറിങ് ഇതൊക്കെ കറക്റ്റ് ആണോ, ഈ അപ്ലിക്കന്റ് ഒക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അത് RNIയിലേക്ക് ആ ഒരു അപ്ലിക്കേഷൻ അദ്ദേഹം ഫോർവേഡ് ചെയ്യുന്നു. അതിനുശേഷം RNI informs the DM and publisher and the availability or non-availability of the title by issuing a letter of title. ആ ഒരു ടൈറ്റിൽ വെരിഫിക്കേഷൻ നടക്കും. അതായത് ഓൾറെഡി അങ്ങനെ ഒരു ടൈറ്റിൽ ഉണ്ടോ, ആ ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് പറ്റുമോ, അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു പബ്ലിഷർ ആണ് തീരുമാനിക്കുക. ദെൻ അതിനുശേഷം ഒരു ഡിസിഷന് ശേഷം ഒരു 30 ഡേയ്സിനുള്ളിൽ നമുക്കതിന്റെ റിപ്പോർട്ട് കിട്ടും. ആഫ്റ്റർ ദിസ് ദ പബ്ലിഷർ ഹാസ് ടു ഫയൽ ഡിക്ലറേഷൻ വിത്ത് the district magistrate in the prescribed format available and can start the publication. The first issue of the newspaper should be printed within 42 days from the date of authentication of the declaration. അത് ഡെയിലി ആയിക്കോട്ടെ, വീക്ക്ലി ആയിക്കോട്ടെ, പീരിയോഡിക്കൽസ് ആയിക്കോട്ടെ, വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ ചെയ്തിരിക്കണം. ഓക്കെ, the application for registration can be submitted to the RNI along with an attested copy of the declaration, copy of title verification, first issue of the newspaper, and a no foreign tie-up affidavit duly attested by a notary. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ഒരു പബ്ലിക്കേഷൻ, ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത്. സോ അത് റിലേറ്റഡ് ആയിട്ട് വന്ന ഒരു ആക്ട് ആണ് പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ബുക്സ് ആക്ട്. Okay, the act depicts that the name of printer, publisher, place of publication
should be printed on every book or newspaper printed with India. ഇന്ത്യയിൽ ഏത് പുസ്തകമോ ഏത് പത്രമോ എന്തോ പ്രിന്റ് ചെയ്തോട്ടെ അതിൽ ഒരു പ്രിന്റർ അല്ലെങ്കിൽ പബ്ലിഷർ ആ പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ കൊടുത്തിരിക്കണം എന്നത് വളരെ നിർബന്ധമാണ്. The memoranda registered with the registrar should be published in a quarterly catalogue. The press registrar shall issue a certificate of registration to all publications that registered under the registrar. The the publisher has to furnish an annual statement and publish the details in the publication. Okay. Next, copyright 1957 ആണ്. Have you ever noticed this simple C എന്നിട്ടിട്ട് ഒരു സർക്കിൾ? നമുക്കറിയാം ഇതാണ് കോപ്പിറൈറ്റിന്റെ സിമ്പിൾ എന്ന് നമുക്കറിയാം. അതാണ് കോപ്പിറൈറ്റ്. അപ്പം എന്താണ് കോപ്പിറൈറ്റ്? ഇത് നമ്മുടെ ബുക്സിലൊക്കെ ഈ ഒരു കോപ്പിറൈറ്റ് എന്തിനാ കൊടുക്കുന്നത്? വാട്ട് ഡസ് ഇറ്റ് മീൻ? It means the right of the material is reserved for the copyright owner. It would be declared in the same page. You can see this or similar message in almost all books. Okay. അത് നിങ്ങൾക്ക് എല്ലാത്തിലും കാണാൻ സാധിക്കും. The legality of this statement is supported by the Copyright Act 1957 എന്ന് കാണാൻ സാധിക്കും. ഈ ആക്ട് പ്രകാരം ഈ ആക്ട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ copyright means the exclusive right to do or authorize the doing of any of the following acts in respect of a work or any substantial part thereof in the case of a literary, dramatic or musical work not being a computer program. To reproduce the work in any material from including the storing of it in any medium by electronic means. എന്താണ് കോപ്പിറൈറ്റ് ആക്ട്? നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇതിപ്പോ ഒരുപാട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. കോപ്പിറൈറ്റ് ആക്ട് 1957 ആണ് എന്ന് പറയാം, എന്ന് മനസ്സിലാക്കാം. There are 3 major international treaties on Copyright Act. അത് നിങ്ങൾ ആ ഒരു ട്രീറ്റീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഒരു ട്രീറ്റി വന്നിട്ട് ബർണി കൺവെൻഷൻ ആണ്. ബർണി കൺവെൻഷൻ ഒന്ന്. Then യൂണിവേഴ്സൽ കോപ്പിറൈറ്റ് കൺവെൻഷൻ. യൂണിവേഴ്സൽ കോപ്പിറൈറ്റ് കൺവെൻഷൻ. Then Rome Convention. Rome Convention. ഈ 3 ട്രീറ്റീസ് ഓർത്തിരിക്കുക. ഓക്കെ. കോപ്പിറൈറ്റ് പറഞ്ഞാൽ നമുക്ക് ഏത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ അതിന് നമുക്കൊരു കോപ്പിറൈറ്റ്, അതായത് അത് നമ്മളുടെ മാത്രമാണ്. അത് വേറൊരാള് ഇറക്കണമെങ്കിൽ നമ്മളുടെ പെർമിഷൻ വേണം. ഇപ്പോ കാന്താര എന്നൊരു ഫിലിം ഇറങ്ങിയ സമയത്ത് അതിലെ ഒരു സോങ്ങുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും ഒരു ബാൻഡ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഈ ഒരു കോപ്പിറൈറ്റ് ആക്ട് പ്രകാരമായിരിക്കും കേസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അത് നമ്മൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ്. ആ ഇയർ ഓർത്തിരിക്കുക. അതിലെ 3 മേജർ ഇന്റർനാഷണൽ ട്രീറ്റീസ് ഏതാണെന്ന് ഓർത്തിരിക്കുക. Copyright shall subsist in any literary, dramatic, musical or artist work other than a photograph published within the lifetime of the author until എത്ര വർഷമാണ് അതുകൂടി ഉണ്ട്. 60 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഒരു പ്രൊഡക്റ്റിന് നമുക്ക് 60 years ഒക്കെയാണ് ടൈം. 60 years from the beginning of the calendar year next following the year in which the author dies. The Copyright Act 1957 had been so far amended 6 times. Okay. 6 പ്രാവശ്യം ഇത് അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യപ്രകാരം അമെൻമെന്റ് ഒക്കെ നടക്കും. അപ്പോൾ 1983, 1984, 1992, 1994, 1999, 2012 ഇത്രയും ടൈം ഇത് അമെൻഡ് ചെയ്തിട്ടുണ്ട് to meet with the national and international requirements. According to the Copyright Act 1957, performers' right shall subsist until 50 years from the beginning of the calendar year in which the performance is made എന്നൊരു 50 years എന്നൊരു അമെൻമെന്റ്. അത് 60 എന്നുള്ളത് 50 ആക്കി കുറച്ചു. അത് 99ലാണ് ഈ ഒരു സംഭവം നടന്നത്, അമെൻമെന്റ് നടന്നത്. 25 years പിന്നീട് അത് 25 years ആയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കറക്റ്റ്
അമെൻമെന്റ് നടന്ന് എത്ര വർഷമാണെന്ന് നമുക്ക് ഒന്ന് നോക്കേണ്ടി വരും. ഓക്കെ. ഓക്കെ, അപ്പം അമെൻമെന്റ് ആക്ട് 2012 നടന്നത് നമ്മുടെ ഗാന്ധിജിയുടെ ഒരു വർക്കുമായി ബന്ധപ്പെട്ടാണ്. To the absolute surprise of many, Navjeevan Trust, to whom Gandhi had transferred the copyright in his works, chose not to seek a statutory extension of copyright. അപ്പം ഇപ്പൊ ഗാന്ധിജിയുടെ ബുക്സ് ഒക്കെ അദ്ദേഹത്തിന്റെ പേരിൽ നിന്നും മാറിയിട്ടുണ്ടായിരിക്കാം. അദ്ദേഹത്തിനുള്ള അവകാശം പോയി, കാരണം അദ്ദേഹം മരണപ്പെട്ടിട്ട് ഒരുപാട് വർഷമായല്ലോ, 60 yearsൽ കൂടുതലായി. അപ്പം അത് ഗവൺമെന്റ് ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ വേറൊരു ട്രസ്റ്റിലേക്ക് മാറ്റുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ഓക്കെ, അപ്പം അതാണ് കോപ്പിറൈറ്റ് ആക്ട്. കോപ്പിറൈറ്റ് ആക്ടില് ഒരുപാട് അമെൻമെന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് അമെൻമെന്റ്സ് എന്തിനൊക്കെ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമെൻമെന്റ്സ് ടു റൈറ്റ്സ് ഇൻ artistic works, cinematograph films, and sound recordings. Then WCT and WPPT related amendments to rights. WCT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപ്പോ പെർഫോമൻസസ് ആൻഡ് ഫോണോഗ്രാംസ് ട്രീറ്റി എന്നാണ് അതിന് പറയാ. ഓക്കെ. Then author friendly amendments on mode of assignments and licenses. Then a reform of copyright board and other major amendments, and special provision for access to the disabled, like compulsory license for disabled. Okay, next നമുക്ക് IT Act 2000 എന്താണെന്ന് നോക്കാം. IT Act 2000 Information communication technology revolutionized the communication sector. Speed, multimedia intervention, and global reach are the major attraction of IT. Okay, cyberspace provides opportunity to transfer information in anywhere, anytime concept. The data files could be in different forms like text, audio, video, animation, photographs, illustration, paintings, etc. Though there are several positive elements, cyber-related crimes and attacks are a reality. To prevent cyber crimes, Government of India took legal measures. That is, our IT Act 2000 is one among them. The Act was amended in 2008 and imposed strict restrictions and punishments for cyber crimes. Cyber crimes ഏതൊക്കെയാണ്? Hacking ഒരു cyber crime ആണ്. A hacker is an unauthorized user who attempt to or gains access to an information system. Hacking is a crime even if there is no visible damage to the system. Then cyber stalking എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, this crime involves use of internet to harass someone. The behavior includes false accusations, threats, etc. If you send an email or social network post to your friend or to an unknown person threatening him or her, it will come under the purview of cyber stalking. Okay, the message may be a joke from your part, but it will become a serious crime from the legal side. Normally, majority of cyber stalkers are men, and the majority of victims are, of course, women. Okay, then cyber pornography നമുക്കറിയാം, women and children are victims of sexual exploitation through internet, right? Pedophiles use the internet to send photos of illegal child pornography to targeted children so as to attract children to such fun. Okay, then phishing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, it's a fraudulent process of acquiring sensitive information such as your username, passwords, and credit card details by disguising as a trustworthy entity in an electronic communication. Then password sniffers, നല്ല പേരുകളല്ലേ, stalking, phishing, sniffers. Password sniffers are programs that monitor and record the username and password of network users as they log in. Okay. Then software piracy.
It is an illegal reproduction and distribution of software for business or personal use. This is considered to be a type of infringement of copyright and a violation of a license agreement. Then cyber terrorism. India, Pakistan ഒക്കെ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ cyber terrorism. The use of computer resources to intimidate or coerce government, the civilian population or any segment thereof in furtherance of political and social objectives is called cyber terrorism. About these kinds of crimes are visible in India also. So ഈ ആക്ടുകൾ വളരെ important ആണ്. Section 65 to 74 വരുന്ന ക്രൈമുകളാണ് സൈബർ ക്രൈംസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഒരു ₹5 crores ഒക്കെയാണ് ഇതിന്റെ കോമ്പൻസേഷൻ. 5 crores can be given to affected persons if damage is done to the computer system or computer network by the introduction of virus, denial of services, etc. Okay. അപ്പം കോമ്പൻസേഷൻ ഒരു 5 crore ആണ് കൊടുക്കേണ്ടി വരിക. Next, Right to Information Act 2005. It is a progressive move in every society. Right to information എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. Constitution of India assured ചെയ്യുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. Article 19 of the Indian Constitution it recognized this act. Then ഈ ഒരു ആക്ട് വന്നത് 2005 and ഇത് effective ആയത് പ്രസിഡന്റ് അതിന് സൈൻ ചെയ്തത് June 15th 2005 ഇതൊരു effective framework to implement the constitutional right. ഈ ഒരു ആക്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ an act to provide for setting out the practical regime of right to information for citizens to secure access to information under the control of public authorities in order to promote transparency and accountability in the working of every public authority. The Act proposes the constitution of a Central Information Commission and State Information Commissions. Okay. Information officer എന്ന് പറഞ്ഞിട്ട് ഒരു ഡെസിഗ്നേഷൻ പോലും ഉണ്ട്. അപ്പോൾ ഇൻഫർമേഷൻ ഓഫീസേഴ്സിനാണ് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടാനുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത്. അദ്ദേഹം അത് റിജക്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും അദ്ദേഹത്തിന് അനുമതിയുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു ജേർണലിസത്തിന്റെ എത്തിക്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഏകദേശം ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നമ്മൾ ഇന്ന് നോക്കി. ഇന്നല്ല, 2-3 ദിവസമായിട്ട് നമ്മൾ നോക്കി. അപ്പം എന്തൊക്കെയാണ് ഫ്രീഡം ഓഫ് പ്രസ് ഇൻ ഇന്ത്യ, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, ഒരു മാഗസീൻ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം നമ്മൾ മനസ്സിലാക്കി. കുറെ ആക്ടുകൾ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ. അപ്പം ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നമ്മൾ പറഞ്ഞു പോയുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് അതിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചില ആക്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ പ്രസ് രജിസ്ട്രേഷൻ ഓഫ് ബുക്സ് ആക്ടും കോപ്പിറൈറ്റ് ആക്ടും ഒക്കെ പല തവണ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടുകളാണ്. അത് നമ്മൾ പഠിച്ചിരിക്കണം. നമുക്കിനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് ന്യൂസ് പേപ്പർ ഓർഗനൈസേഷൻ ആണ്. അതായത് എങ്ങനെയൊക്കെയാണ് ഒരു ന്യൂസ് പേപ്പർ പ്രിന്റ് ചെയ്യുന്നത്, ന്യൂസ് റൂം സ്ട്രക്ചർ എന്താണ്, ന്യൂസ് പേപ്പറിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ. ഇത് നമ്മുടെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് എന്ന് പറയാം. നിങ്ങൾക്ക് ഒരു ട്രാക്കിലോട്ട് വരാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ഡിഗ്രി PG ലെവലിൽ പഠിച്ച കാര്യങ്ങളായിരിക്കും. അതൊരു ജസ്റ്റ് പോളിഷ് ചെയ്യുന്നതായിട്ടൊന്ന് വിചാരിച്ചാൽ മതി. ചിലപ്പോൾ നിങ്ങൾ ഡിഗ്രിയിലും PGയിലും പഠിക്കാത്ത കാര്യങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കേണ്ടി വരും. അത്തരം ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സസ് നിങ്ങൾ നന്നായിട്ട് കേൾക്കുക. ഓക്കെ. താങ്ക് യു.